മക്കളെ, ഇന്നൊരു കുഴക്കട്ട തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതാണ് മണിക്കുഴക്കട്ട. വളരെ ടേസ്റ്റിയാണ്. 4 മണി പലഹാരമായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കുഴക്കട്ടയാണ്. ഇതിനായിട്ട് 250 ഗ്രാം വറുത്ത് പൊടിച്ച അരിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് നെയ്യ്, 4 വറ്റൽമുളക്, 4 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചു. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട്, ഉപ്പ് നോക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കി അത് നല്ല സോഫ്റ്റാക്കി സോഫ്റ്റാക്കി എടുക്കണം. നല്ല സോഫ്റ്റായി എങ്ങും ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് ബോൾസാക്കി, നന്നായിട്ട് തണുത്തിട്ടില്ല, ചൂടുണ്ടെങ്കിലും നല്ല ചെറിയ വലുപ്പമാക്കാം. ഇതേ വലുപ്പത്തിൽ എല്ലാം നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇതേ രീതിയിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊരു ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം വെച്ചു. അതിലിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. വെന്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, തണുപ്പ് മാറാനായിട്ട്, ചൂട് മാറാനായിട്ട്. എന്നിട്ട് ചീനിച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് 3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചതും ചേർത്ത്, വറ്റൽമുളകും ചേർത്ത്, കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉഴുന്നും ചേർത്ത്, ഉഴുന്ന് നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തേങ്ങയും ചേർത്ത്, തേങ്ങ വഴട്ടരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ കുഴക്കട്ട ഇട്ട് കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഈ തേങ്ങയുടെ ആ ചെറിയ മധുരമുണ്ട്, ആ മധുരവും ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കും. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഉഴുന്നും തേങ്ങയും എല്ലാം കൂട്ടി ഇളക്കി കിടക്കണം. അപ്പോൾ തേങ്ങയും ഉഴുന്നും നമുക്ക് മുക്കി കുഴക്കട്ട തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡിയായി. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉഴുന്നും തേങ്ങാപ്പീര എല്ലാം കുഴഞ്ഞ് കിടക്കണം, അതെന്നെങ്കിൽ അത് നമുക്ക് മുക്കി തിന്നാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡി.